സ്റ്റേഷനുകളിലെ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ യാത്രക്കാരുടെയും ചില സംഘടനകളുടെയും പ്രതിഷേധമുയർന്നെങ്കിലും ഫീസ് വർധനയുമായി മുന്നോട്ടു പോകാനാണ് റെയിൽവേയുടെ നിലപാടെന്നാണ് അറിയുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ സൗകര്യങ്ങളും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായാണ് പാർക്കിംഗ് ഫീസും കൂട്ടിയതെന്നും 8 വർഷത്തിനു ശേഷമാണ് നിരക്ക് പുതുക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇപ്പോൾ സുരക്ഷിതമായ സംവിധാനത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ബില്ലും മൊബൈൽ ഫോൺ നമ്പറുമെല്ലാം രേഖപ്പെടുത്തിയാണ് പാർക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. പരിസര ശുചിത്വവും ഉറപ്പാക്കിയിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് പ്രകാരം ഇരുചക്ര വാഹനങ്ങൾക്ക് 2 മണിക്കൂർ വരെ 10 രൂപയാണ് ഈടാക്കുന്നത്. 24 മണിക്കൂർ വരെയുള്ള പാർക്കിങ്ങിന് 30 രൂപയാണ് നിരക്ക്. 200 രൂപ ഫീസ് 600ആയി എല്ലായിടത്തും വർദ്ധിപ്പിച്ചുവെന്നത് വസ്തുതയല്ല. സ്ഥലപരിമിതി മൂലം നിർദ്ദിഷ്ട എണ്ണം മാത്രം 1 മാസത്തേക്ക് നൽകുന്ന മാസപ്പാസിനെ സംബന്ധിച്ചാണ് ഈ ആരോപണം. തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള കാറ്റഗറി 1ൽപ്പെട്ട സ്റ്റേഷനുകളിൽ മാസപ്പാസിനുള്ള നിരക്ക് 360 ആയിരുന്നു. ഇത് 600 ആക്കിയാണ് പുതുക്കിയത്. കാറ്റഗറി 2 സ്റ്റേഷനുകളിൽ 1 മാസത്തേക്ക് ഈടാക്കിയിരുന്ന നിരക്ക് 200 രൂപയിൽ നിന്ന് 400 രൂപയായി പുതുക്കി. വിപുലമായ സർവേയും ഫീൽഡ് സ്റ്റഡിയും നടത്തിയ ശേഷമാണ് പുതുക്കിയ നിരക്കുകൾ തീരുമാനിച്ചതെന്ന് റെയിൽവേ അറിയിച്ചു. KFL ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.